സുൽത്താൻ തുർക്കി ബിൻ സായിദ് റോഡ് രണ്ടാം ഘട്ടം തുറന്നു. യമനുമായി ദ്വൈപാക്ഷിക ബന്ധങ്ങൾ അവലോകനം ചെയ്ത് ഒമാൻ. കസബ് കടലിൽ 5.2 തീവ്രതയിൽ ഭൂചലനം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ കീഴിൽ നടപ്പാക്കുന്ന സുൽത്താൻ തുർക്കി ബിൻ സയ്യിദ് ഡുവൽ കാരേജ് വേ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലെ രണ്ടാം ഭാഗം ഗതാഗതത്തിന് തുറന്നു നൽകി. 9 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് തുറന്നത്. അൽ ഫുലൈജ് മുതൽ ആരംഭിക്കുന്ന ഈ റോഡ് വാദിപാലം, അൽ ഫുലൈജ് വാഹന ടണൽ, കസാഹ് പ്രദേശ് വഴി സൂർ വിലായത്തിലെ അൽ റഫ്സയിൽ അവസാനിക്കുന്നു. റോഡിന്റെ ഓരോ ദിശയിലും 3.75 മീറ്റർ വീതിയിലുള്ള 3 ലൈനുകൾ വീതം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ വലിയ വാഹനങ്ങളും സാധാരണ വാഹനങ്ങളും ഒരുപോലെ സുഗമമായി സഞ്ചരിക്കാൻ കഴിയും. ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്റ്റീൽ സുരക്ഷാ ബാരിയറുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, ടണൽ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും സ്ഥാപിച്ചു. ഈ പാത തെക്കൻ വടക്കൻ ഷർക്കിയ ഗവർണറേറ്റുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും യാത്രാ സമയം കുറയ്ക്കാനും സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകരമാകും. ഈ വർഷം തന്നെ പദ്ധതി പൂർണ്ണമായി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനാണ് ഗതാഗത മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഒമാൻ വിഷൻ 2040 ഭാഗമായി വിനോദസഞ്ചാരവും സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമിട്ടാണ് ഈ റോഡ് വികസിപ്പിക്കുന്നത്. അതിർത്തി രാജ്യമായ യമനുമായി ഒമാൻ ദ്വൈപാക്ഷിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനായി ചർച്ച നടത്തി. റോയൽ ഓഫീസ് മന്ത്രി ജനറൽ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ നുഅ്മാനി യമൻ അംബാസഡർ ഡോക്ടർ ഖാലിദ് സാലിഹ് ഷുതൈഫിയെ ഓഫീസിൽ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങൾക്കിടയിലെ സൗഹൃദവും പങ്കാളിത്തവും യമനിലെ പുതിയ സംഭവ വികാസങ്ങളും ജനങ്ങളുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ചർച്ചയായി. കസബ് തീരത്ത് നിന്ന് വടക്കു പടിഞ്ഞാറ് ദിശയിൽ കടലിൽ റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വെള്ളിയാഴ്ച അനുഭവപ്പെട്ടു. സുൽത്താൻ കാബൂസ് സർവകലാശാലയിലെ ഭൂചലന നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പ്രകാരം വൈകിട്ട് 3.8ഓടെയാണ് ഭൂചലനം ഉണ്ടായത്. ഭൂചലനത്തിന്റെ പ്രഭാവ കേന്ദ്രം കസബിൽ നിന്ന് ഏകദേശം 386 കിലോമീറ്റർ അകലെയായിരുന്നു. നേരിയ കുലുക്കം അനുഭവപ്പെട്ടെങ്കിലും പരുക്കുകളോ കെട്ടിടനാശമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. കാബൂറ വിലായത്തിലെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ ഒരാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏകദേശം 3000 ഒമാനി റിയാൽ വില വരുന്ന സ്വർണവും മറ്റ് ആഭരണങ്ങളുമാണ് പ്രതി മോഷ്ടിച്ചത്. കവർന്ന ആഭരണങ്ങൾ പ്രദേശത്തെ ഒരു സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റഴിക്കാൻ ശ്രമിച്ചതായും തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചതായും പോലീസ് അറിയിച്ചു. മോഷണ വസ്തുക്കൾ സ്വർണ്ണക്കടയിൽ നിന്ന് കണ്ടെത്തിയതോടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. കേസിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.